സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. കലഹത്തിൻ്റെ ആരംഭം മടവെട്ടി വെള്ളം വിടുന്നത് പോലെ, ആകയാൽ കലഹമാകും മുമ്പേ തർക്കം നിർത്തിക്കളക. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചെറിയ വചനചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പല വഴക്കുകളും ആരംഭിക്കുന്നത് പലപ്പോഴും വളരെ ചെറിയ വിഷയങ്ങളിൽ നിന്നായിരിക്കും. ഭർത്താവ് പറഞ്ഞ എന്തോ ഒരു വാക്ക് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭാര്യ ഉടനെ ആ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഭർത്താവിന് ദേഷ്യം വന്നു. അദ്ദേഹം തിരിച്ചു പറഞ്ഞ നീ എന്ത് ചെയ്യും? ഭാര്യ അതിന് കൊടുത്ത മറുപടി അല്പം കടുപ്പിച്ചായിരുന്നു. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പോൾ അറിയാം. പിന്നെ ആ ഭവനത്തിൽ നടന്നത് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഏറ്റുമുട്ടുന്നത് പോലെയായിരുന്നു. വളരെ പെട്ടെന്ന് ആ ഭവനം ഒരു കലാപഭൂമിയായിട്ട് മാറി. ഒരു പ്രതിസന്ധി ഘട്ടം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ വാക്കുകൾ വളരെ വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ആ വിഷയത്തിനകത്ത് നിന്ന് വലിയ പരിക്കേൽക്കാതെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. പല പ്രശ്നങ്ങളും കെട്ടടങ്ങാൻ ഏറ്റവും നല്ല ആയുധം മൗനമാണ്. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മൗനത്തിന് യുദ്ധത്തിനെക്കാട്ടിൽ ശക്തിയുണ്ടെന്ന്. ഒരു ദിവസം സൂര്യനും കാറ്റും തമ്മിൽ ഒരു വലിയ വാദമുണ്ടായി. അവർ തമ്മിൽ വലിയ തർക്കമുണ്ടായി. ആർക്കാണ് ശക്തി കൂടുതൽ? ഇതാണ് തർക്ക വിഷയം. സൂര്യൻ പറഞ്ഞു, നിന്നേക്കാൾ എനിക്കാണ് ശക്തി. കാറ്റ് പറഞ്ഞു, അല്ല, അത് ശരിയല്ല, എനിക്കാണ് നിന്നേക്കാട്ടിൽ കൂടുതൽ ശക്തി. രണ്ടുപേരും തമ്മിലുള്ള വാദം മുറുകിയപ്പോൾ ആർക്കാണ് ശക്തി കൂടുതലെന്ന് പരീക്ഷിച്ച് തന്നെ അറിയാമെന്ന് ഇരുവരും സമ്മതിച്ചു. അതെങ്ങനെയാണ് പരീക്ഷിക്കുക? സൂര്യൻ പറഞ്ഞു, ദേണ്ട് ആ പോകുന്ന മനുഷ്യനെ കണ്ടില്ലേ? അയാളുടെ മേൽക്കുപ്പായം ഊരിക്കുവാൻ ആർക്കാണ് കഴിയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അവരാണ് കൂടുതൽ ശക്തിമാൻ. കാറ്റും ഈ അഭിപ്രായത്തോട് യോജിച്ചു. സൂര്യൻ്റെ വെല്ലുവിളിയെ ഏറ്റെടുത്തു. ആ മനുഷ്യൻ്റെ വസ്ത്രം ഊരിക്കുവാൻ കാറ്റ് അതിൻ്റെ സകല ശക്തിയോടും കൂടെ പരിശ്രമിച്ചു. ഇതിനിടെ പല മരങ്ങളും ഒടിഞ്ഞു വീണു. ഒട്ടനവധി കുടിലുകളും ഭവനങ്ങളുമൊക്കെ നശിച്ചു. പ്രകൃതിക്ഷോഭം നിമിത്തം അനേകർ മരിച്ചു. എന്നിട്ടും അയാളുടെ വസ്ത്രം ഊരിക്കുവാൻ കാറ്റിന് കഴിഞ്ഞില്ല. കാറ്റ് തൻ്റെ ശ്രമത്തിൽ നിന്നും പരാജയപ്പെട്ടപ്പോൾ സൂര്യൻ തൻ്റെ ശ്രമം ആരംഭിച്ചു. സൂര്യൻ അതിൻ്റെ സകല ശക്തിയോടും കൂടെ അതിൻ്റെ ചൂടേറിയ കിരണങ്ങൾ ലോകത്തിലേക്ക് അയച്ചു. വൃക്ഷങ്ങളും ചെടികളും എല്ലാം വാടിക്കരിഞ്ഞു. ബലഹീനരായ ധാരാളം പേർ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് മരിച്ചുപോയി. അനേകം ആളുകൾ രോഗികളായി തീർന്നു. ചൂടിൻ്റെ കൂടുതൽ കൊണ്ട് വിയർത്തൊഴുകിയ ആ മനുഷ്യൻ തൻ്റെ മേൽക്കുപ്പായം ഊരി. അങ്ങനെ ഒടുവിൽ സൂര്യൻ വിജയിച്ചു. ഇവർ തമ്മിലുള്ള തർക്കം ആരംഭത്തിലെ നിർത്തിയിരുന്നെങ്കിൽ എത്രയോ ജീവജാലങ്ങൾ രക്ഷപ്പെട്ടേനെ. ഒരു കഥയാണെങ്കിലും അതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ കഴിവും നമ്മുടെ ബലവും നമ്മൾ മിടുക്കരാണെന്ന് തെളിയിക്കുവാനുള്ളതല്ല. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, അത് മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ ദേശത്തിൻ്റെ ഒക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ളതാണ്. തർക്കങ്ങളും വഴക്കുകളുമെല്ലാം ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിങ്ങളുടെ ഭവനത്തിനകത്തുനിന്ന്, നിങ്ങളുടെ ഓഫീസിനകത്തുനിന്ന്, നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പലപ്പോഴും വഴക്കുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ പ്രവേശിക്കുമ്പോൾ കർത്താവെ അതിനെ നിയന്ത്രിച്ച്, കർത്താവെ അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറുവാനുള്ള ദൈവകൃപ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലോട് നയിക്കണമേ. അങ്ങയുടെ മക്കളെ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവകൃപയാൽ അങ്ങയുടെ മക്കളെ അവിടുന്ന് പൊതിയണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവിനെ പോലെ വാക്കിലും
യേശുവിനെ പോലെ പ്രവൃത്തിയിലും യേശുവിനെ പോലെ വാക്കിലും യേശുവിനെ പോലെ പ്രവൃത്തിയിലും എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റം ബലഹീനനാ. എന്നെയും ശക്തനാക്കി മാറ്റണേ. ഞാനേറ്റം ബലഹീനനാ. ബലഹീനനാ, ഞാൻ ബലഹീനനാ. ബലഹീനനാ, ഞാൻ ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ. ബലഹീനനാ, ഞാൻ ബലഹീനനാ. ബലഹീനനാ, ഞാൻ ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ. യേശുവേ നീ എന്നിൽ ബലമാകണേ.